വാട്ടയറ്റിനിടെ ആണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വാട്ടയറ്റിനിടെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് രാവിലത്തേക്ക് ഗോതമ്പ് ദോശയും അട്ടാണിക്കറിയായിരുന്നു. നമ്മുടെ ഗ്രീൻ പീസ് ഇല്ലേ, അത് തന്നെ. അപ്പോൾ എൻ്റെ ബനിയത്തിൽ ഞാൻ മോൻ കഴിയപ്പോൾ വെള്ളം വീണതാണ് കേട്ടോ. അപ്പം നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അതൊക്കെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ച് കഴിഞ്ഞ് ഉച്ചക്കത്തേക്ക് നല്ല ചൂട് ചോറും ചാളക്കറിയായിരുന്നു. ചാളക്കറി തലേ ദിവസത്തെ ചാളക്കറിയാണ്. എപ്പോഴും മീൻ കറി നമ്മൾ തലേ ദിവസത്തെ കൂട്ടുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ രാവിലത്തെ കറി ഉണ്ടായിരുന്നു, ഗ്രീൻ പീസ്. പിന്നെ അത് നല്ലൊരു അച്ചാർ, വടുകപ്പുള്ളി നാരങ്ങയുടെയും ഈന്തപ്പഴത്തിൻ്റെയും കൂടെയുള്ള അച്ചാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ 2 ചാളവറുത്തയും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി വിഭവസമൃദ്ധമായെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഉച്ചക്കത്തെ ഊണ് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം വന്നു കഴിയുമ്പോഴേക്കും ഞാൻ അറിയാണ്ട് ഇങ്ങനെ കണ്ണടച്ചു പോകും. അതെൻ്റെ സ്ഥിരം ഉള്ളത്. എപ്പോൾ ഞാൻ നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചാലും എൻ്റെ കണ്ണിങ്ങനെ പയ്യടഞ്ഞു പോകും. അപ്പോൾ ഉച്ചക്ക് അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഐസ്ക്രീമും കഴിച്ചായിരുന്നു. വീട്ടിൽ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഐസ്ക്രീം കുറച്ച് ബാലൻസ് ഇരുന്ന് വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ കഴിച്ചേക്കാന്ന്. അപ്പോൾ അങ്ങനെ അതും കഴിച്ചു. പിന്നെ വൈകുന്നേരത്തേക്ക് ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എൻ്റെ കൊച്ച് വന്നത്. അപ്പോൾ അവന് കട്ടൻ ചായ കണ്ട് ഞാൻ അവന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കുടിച്ച പടി തന്നെ ഞാനത് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് കേക്ക് ഉണ്ടായിരുന്നു, കേക്കും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഒരു ഉണ്ണിയപ്പമല്ല, ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം ഇരുന്ന് വെച്ചു. അപ്പോൾ അത് ഒരു 1-2 കഴിച്ചു. പിന്നെ ഒരു കേക്കും കഴിച്ചായിരുന്നു വൈകുന്നേരത്തേക്ക്. രാത്രിത്തേക്ക് അൽഫാമും പൊറോട്ടയും വാങ്ങിച്ചായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, കറികളൊന്നും കിട്ടാത്തപ്പോൾ ഇതേപോലെ എന്തെങ്കിലും പുറത്തുനിന്നൊക്കെ വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ അൽഫാം വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ വാട്ടയറ്റിനിടെ. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.